ഇന്ത്യയിൽ എവിടെയുമുള്ള ഏത് പുസ്തകവും വായനക്കാരുടെ കയ്യിലെത്തിക്കാൻ ഗ്രന്ഥവാഹക് എന്ന വേറിട്ട ആശയമൊരുക്കി ഒരു കൊട്ടാരക്കരക്കാരൻ എഞ്ചിനീയർ. ഡിജിറ്റൽ വായനയ്ക്കപ്പുറം വായനക്കാർ ആവശ്യപ്പെടുന്നിടത്ത് നേരിട്ട് പുസ്തകം എത്തിച്ചു നൽകുന്ന പ്രത്യേക സംവിധാനമാണിത്. ഈ വായനദിനത്തിൽ തന്നെ ഗ്രന്ഥവാഹകിനെ നമുക്ക് അടുത്തറിയാം. ഡിജിറ്റൽ പുസ്തകങ്ങൾ വായനക്കാരൻ്റെ മനസ്സിലേക്ക് ആഴ്ന്നിറങ്ങുന്നത് കുറവാണെന്ന് നിരവധി പഠനങ്ങളിലൂടെ തിരിച്ചറിയപ്പെട്ടിരിക്കുന്നു. ഇതിനൊരു പരിഹാരം വേണമെന്ന കൊട്ടാരക്കര കരിക്കം സ്വദേശി റിനു വർഗീസിൻ്റെ ആലോചനയാണ് ഗ്രന്ഥവാഹക്. ഗ്രന്ഥവാഹക് എന്ന് പറയുന്നത് കണക്റ്റിംഗ് ലൈബ്രറീസ് എന്നുള്ളൊരു ആശയമാണ്. ഭാരതത്തിലുള്ള എല്ലാ ലൈബ്രറീസിനെയും കണക്ട് ചെയ്ത് അതിൻ്റെ ബുക്കുകൾ സ്കാൻ ചെയ്ത് ഫ്രണ്ട് പേജും ബാക്ക് പേജും സ്കാൻ ചെയ്ത് അത് നമ്മുടെ ഗ്രന്ഥവാഹകിൻ്റെ പോർട്ടലിൽ വയ്ക്കും. പോർട്ടലിൽ വെച്ചിട്ട് ഇപ്പോൾ ഒരു വായനക്കാരന് ആവശ്യമുള്ള പുസ്തകം അത് പുസ്തക രൂപേണ, ഇ ബുക്കല്ല, പുസ്തക രൂപേണ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ എത്തിച്ചു കൊടുക്കുന്ന ഒരു പദ്ധതിയാണ് ഗ്രന്ഥവാഹക്. ഒരു പ്രഭാതത്തിൽ എനിക്കൊരു ആശയം വന്നു, ഇത് ഒരു മലയാളികളിടയ്ക്ക് മാത്രം ലിമിറ്റ് ചെയ്യാതെ, അല്ലെങ്കിൽ ചെറിയൊരു ഇടത്തിലേക്ക് മാത്രം ലിമിറ്റ് ചെയ്യാതെ എന്തുകൊണ്ട് അതൊരു വലിയ ഭാരതം മൊത്തം അത് വന്നുകൂടാ എന്നുള്ളൊരു ചിന്ത ആശയത്തിൽ നിന്നാണ് ഗ്രന്ഥവാഹക് എന്നുള്ള ഒരു ആശയം വന്നത്. ഇതിന്ന് പാൻ ഇന്ത്യയിൽ അവൈലബിൾ ആണ്. 6 ഭാഷകളിലായി ലക്ഷക്കണക്കിന് പുസ്തകങ്ങളാണ് ഗ്രന്ഥവാഹകിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. എല്ലാ ലൈബ്രറികളെയും ഇൻ്റർനെറ്റുമായി കണക്ട് ചെയ്തുകൊണ്ടുള്ള വലിയ ലൈബ്രറി സംവിധാനം. ഇന്ത്യയിൽ എവിടെയിരുന്നും വായനക്കാരന് ഇഷ്ടപുസ്തകം തിരഞ്ഞെടുക്കാം. ആപ്ലിക്കേഷനിൽ കയറി സെർച്ച് ചെയ്താൽ ഏറ്റവും അടുത്ത് എവിടെയാണ് വേണ്ട പുസ്തകമുള്ളതെന്ന് ആവശ്യക്കാരന് അറിയാം. ഓർഡർ ചെയ്താൽ ദിവസങ്ങൾക്കകം വീട്ടിലെത്തും. 21 ദിവസം കൊണ്ട് വായിച്ചു തീർത്ത് തിരിച്ചയക്കാം. കൊറിയർ സംഘം തന്നെ വീട്ടിലെത്തി പുസ്തകം തിരിച്ചെടുക്കും. മെമ്പർഷിപ്പ് ഫീസും കൊറിയർ ചാർജും GSTയും അടക്കം 1000 രൂപയിൽ താഴെ അടച്ചാൽ ഗ്രന്ഥവാഹകിൽ ആജീവനാന്തം അംഗമാകാം. പുസ്തകം നൽകുന്ന ലൈബ്രറികൾക്കുമെത്തും ഒരു വിഹിതം. 2.5 വർഷം കൊണ്ടാണ് ഗ്രന്ഥവാഹകിൻ്റെ ആദ്യഘട്ടം പൂർത്തീകരിച്ചത്. കൂടുതൽ ലൈബ്രറികളെ ഉൾപ്പെടുത്തി വിപുലപ്പെടുത്താനുള്ള പരിശ്രമത്തിലാണ് റിനു വർഗീസും ഒപ്പമുള്ള പുസ്തക പ്രേമികളും. സുജിത് സുരേന്ദ്രൻ, 24, കൊട്ടാരക്കര.